ഹലോ. അപ്പോൾ വീക്കെൻഡ് ആയിട്ട് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നട്ട്സ് എല്ലാം വാങ്ങിയിരുന്നു, അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്യുകയാണ്. പിന്നെ ഈ മുളകുണ്ടല്ലോ ഭയങ്കര എരിവുള്ള മുളകാണ്, അപ്പോൾ അധികം അത് അങ്ങ് ചിലവാകില്ല. അപ്പോൾ ഞാനതൊരു ബോട്ടിലിട്ട് വെച്ചതാണ്. പിന്നെ ആദ്യമായിട്ട് ഇല ഉണ്ടല്ലോ, അത് വയറുവേദന എല്ലാം ഉണ്ടെങ്കിൽ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ആ മക്കാന ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ, കുക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇടാമേ. പിന്നെ ബാക്കി നട്ട്സ് എല്ലാം കൂടി ഞാൻ ഒരു ബോക്സിലിട്ട് മിക്സ് ചെയ്ത് വെച്ചത്. അത് ഞാൻ ഓട്സിലേക്ക് രാവിലെ കഴിക്കുമ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ വെജിറ്റബിൾസ് ഉപ്പിലിടാണ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഞാൻ ഇതിലെല്ലാം ഇടാറുണ്ട്. മക്കൾക്ക് ഇങ്ങനെ ഉപ്പിലിട്ടതാകുമ്പോൾ അവർ കഴിക്കാറുണ്ട്, അപ്പോൾ അവരെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ക്യാരറ്റും കുക്കുംബറും ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നീളത്തിൽ കട്ട് ചെയ്ത് ഇടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ചില്ലിൻ്റെ ഒരു ഭരണിയാണ്, അപ്പോൾ ഭരണിയല്ല മീൻസ് കുപ്പിയാണ്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റും കുക്കുംബറും കൂടി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉണ്ടല്ലോ, കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഉപ്പ് കല്ലുപ്പിട്ട കാരണം പിന്നെ ഉപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു നേരിയ എരിവിന് വേണ്ടിയിട്ട്. വലിയ എരിവുള്ള മുളകല്ല കേട്ടോ അത്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതാ ഉപ്പിലിട്ട് റെഡിയാക്കുകയാണ്. ഇനി ഇതാ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, എന്നിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വീക്കെൻഡിൽ ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ ഒരുവിധം എല്ലാ കറിക്കും നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഈ കുറച്ച് അങ്ങനെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ആദ്യം വൃത്തിയാക്കി എടുത്ത ശേഷം കഴുകിയെടുക്കും. കഴുകിയിട്ട് വെള്ളം പോയതിന് ശേഷമാണ് ഞാനത് അരച്ചെടുക്കാറുള്ളത് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്യുന്നതാവും, അപ്പോൾ ഞാൻ വീക്കെൻഡിൽ ചെയ്യുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ ഇത് നമ്മൾ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എടുക്കാൻ കിട്ടാറില്ല കേട്ടോ, കറിക്ക് വേണ്ടിയിട്ട്. ഫ്രീസറിലാണ് വെക്കാറുള്ളത്, അതുകൊണ്ട് എനിക്കങ്ങനെ കിട്ടുന്നില്ല. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം പോലെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഫ്രീസറിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഞാനിന്ന് ഈ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കറി വെക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച ജാറുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണ ഉപ്പ് കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീനിലേക്കും ചിക്കനിലോട്ടൊക്കെ തേക്കാനുള്ള മസാലയായേ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഞാൻ അരച്ചെടുക്കാറില്ല, ഇങ്ങനെ ചെറുതാക്കി പിച്ചിട്ട് കൊടുക്കാറാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കറിവേപ്പില ഇതാ ഉണക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ഉള്ളിയും എടുത്ത് വെക്കാറുണ്ട്. നമ്മുടെ കറികളൊക്കെ തൂമിക്കുമ്പോൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇടണമല്ലോ, അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുപോകുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.